ഭഗവത്ഗീത. മഹാഭാരതം ഒരു പുരാതന ഇന്ത്യൻ ഇതിഹാസമാണ്. അതിൽ ഭഗവത്ഗീത ഉൾപ്പെടുന്നു. കൃഷ്ണനും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധം അഗാധമാണ്. കൃഷ്ണൻ അർജുന രാജകുമാരന്റെ സാരഥിയായും ആത്മീയ വഴികാട്ടിയായും പ്രവർത്തിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ കടമ, നീതി, അസ്തിത്വത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഗീതയിലെ കൃഷ്ണന്റെ പ്രഭാഷണം ഭക്തി, ജ്ഞാനം, കർമ്മം എന്നിവയുടെ പാതകളെ ഊന്നി പറയുന്നു. Educational implications of Bhagavad Gita. Yada yada hi dharmasya glanirбhavati bharata അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം. എപ്പോഴും ജ്ഞാനികളുടെ ധർമ്മത്തിൽ അധികം അശക്തി അഭിവൃദ്ധിയാകുമ്പോൾ അധർമ്മത്തിൻ്റെ പ്രവർത്തനം ഞാൻ ആത്മാർത്ഥം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കോട്ട്സ് ഫ്രം ഭഗവത്ഗീത. ഭഗവത്ഗീത. The Bhagavad Gita, often referred to as the Gita, consisted of 700 verses under 18 chapters within different subtitles. A part of the epic Mahabharata and is contained in the Bhishma Parva of Mahabharata. Literally means the Lord's song, that is the philosophical discourse of Lord Krishna to persuade the reluctant Arjuna to fight. It is the most popular and sacred book of the Hindus. 18 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്ന 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിന്ദുമതത്തിൽ ആദരിക്കപ്പെടുന്ന ഗഹനമായ ദാർശനിക ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇത് ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഭീഷ്മ പർവത്തിൽ കാണപ്പെടുന്നു. ഭഗവത്ഗീത എന്ന തലക്കെട്ട് ദൈവത്തിൻ്റെ ഗീതം എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധത്തിലേർപ്പെടാൻ മടിക്കുന്ന പോരാളിയായ അർജുനന് ഭഗവാൻ കൃഷ്ണൻ ആത്മീയ ജ്ഞാനം നൽകുന്ന പ്രഭാഷണത്തെ സൂചിപ്പിക്കുന്നു. ഈ സംഭാഷണം കടമ, നീതി, ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള പാത എന്നിവയുടെ അടിസ്ഥാന ആശയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ധർമ്മം, യോഗ, ആത്മീയ വളർച്ചയിലേക്കുള്ള വഴികൾ, ഭക്തി എന്നിവയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾക്കായി ഗീതയ്ക്ക് ഹിന്ദുമതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീത. Metaphysics. Existence of God. The Bhagavad Gita asserts the existence of God with no supreme truth beside God or Brahma. God is eternal. ഭഗവത്ഗീത ദൈവത്തിൻ്റെ അസ്തിത്വം ഉറപ്പിക്കുന്നു. പലപ്പോഴും ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് വിളിക്കപ്പെടുന്നു. വ്യത്യസ്ത അധ്യായങ്ങളിൽ സർവശക്തൻ, സർവജ്ഞാനം, സർവവ്യാപി എന്നിങ്ങനെയുള്ള ഗുണങ്ങളാൽ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. നേച്ചർ ഓഫ് മെറ്റീരിയൽ വേൾഡ്. The material world is considered reality but is subjective, dependent, destructible and changeable. ഭൗതിക ലോകം ഭഗവത്ഗീത പ്രകാരം യഥാർത്ഥവും എന്നാൽ ശാശ്വതവും മാറ്റത്തിന് വിധേയവുമാണ്. ക്ഷണികവും സദാ രൂപാന്തരപ്പെടുന്നതുമായിട്ടാണ് ഇതിൻ്റെ സവിശേഷത. ഭൗതിക ലോകം ആത്മീയ മണ്ഡലത്തേക്കാൾ താഴ്ന്നതായി കണക്കാക്കപ്പെടുന്നു. അത് ശാശ്വതവും മാറ്റമില്ലാത്തതും ആണ്. Gunas of Prakriti. The Bhagavad Gita discuss the qualities of Prakriti in chapters 14 and 17. 3 qualities: mode of goodness, mode of passion, mode of ignorance. Sattva, mode of goodness, നന്മയുടെ രീതി, പരിശുദ്ധി, അറിവ്, യോജിപ്പ് എന്നിവയാൽ വിശേഷിപ്പിക്കപ്പെടുന്നു. അത് വിമോചനത്തിലേക്കും പ്രബുദ്ധതയിലേക്കും നയിക്കുന്നു. സത്വത്താൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികൾ ജ്ഞാനം, ശാന്തത, വ്യക്തത തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ പ്രകടമാക്കുന്നു. മോഡ് ഓഫ് പാഷൻ, രജസ്, അഭിനിവേശത്തിൻ്റെ രീതി, പ്രവർത്തനം, അഭിലാഷം, ലൗകിക മോഹങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പിന്നാലെ പ്രേരകശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അറ്റാച്ച്മെൻറ്റും പ്രതിഫലത്തിനായുള്ള ആഗ്രഹവും കൊണ്ടുവരുന്നു. രജസിൻ്റെ സ്വാധീനമുള്ളവർ ചലനാത്മകരും അസ്വസ്ഥരും പലപ്പോഴും വിജയത്തിനോ നേട്ടത്തിനോ വേണ്ടി പരിശ്രമിക്കുന്നവരും ആണ്. മോഡ് ഓഫ് ഇഗ്നറൻസ്, തമസ്, അജ്ഞതയുടെ രീതി, ജഡത്വം, അലസത, ഭ്രമം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അത് അന്ധകാരത്തിലേക്കും അജ്ഞതയിലേക്കും നയിക്കുന്നു. വ്യക്തികളെ അജ്ഞതയിലേക്കും ഭൗതിക ലോകത്തോടുള്ള അടുപ്പത്തിലേക്കും ബന്ധിപ്പിക്കുന്നു. തമസിൻ്റെ ആധിപത്യമുള്ളവർ അലസത, ആശയക്കുഴപ്പം, അവബോധമില്ലായ്മ തുടങ്ങിയ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഗുണാസ് ഓഫ് പ്രകൃതി
mode of goodness, Sattva, mode of passion, Rajas, mode of ignorance, Tamas. ഭഗവത്ഗീതയിലെ 14 ഗുണങ്ങൾ, 17 3 മടങ്ങ് വിശ്വാസം, ഈ അധ്യായങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റം, ആത്മീയ പരിണാമം, വ്യക്തിഗത വളർച്ച എന്നിവയിൽ ഈ ഗുണങ്ങളുടെ സ്വഭാവവും സ്വാധീനവും പരിശോധിക്കുന്നു. ഗുണങ്ങളെ മനസ്സിലാക്കുന്നത് വ്യക്തികളെ അവരുടെ മാനസിക പ്രവണതകൾ, ആത്മീയ ചായ്വുകൾ, ഉയർന്ന ബോധത്തിലേക്കും ആത്മീയ തിരിച്ചറിവിലേക്കും അവരെ മറികടക്കാനുള്ള പാത എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. Cycle of death and birth. The Bhagavad Gita describes a cycle of death and birth. Living entities undergo a process of appearance and annihilation. ജീവയും അവയുടെ ചക്രവും. ജീവ എന്നത് വ്യക്തിഗത ജീവികളെ, ആത്മാക്കളെ സൂചിപ്പിക്കുന്നു. പുനർജന്മത്തിൻ്റെ ചക്രത്തിൻ്റെ ഭാഗമായ ജനനം, മരണം എന്നിവയ്ക്ക് അവർ വിധേയരാകുന്നു. Cycle of creation and destruction. The universe undergoes a cycle of creation and destruction. ഇത് ഹിന്ദു പ്രപഞ്ചത്തിലെ കോസ്മിക് സൈക്കിൾ, കൽപ്പ സൂചിപ്പിക്കുന്നു. അവിടെ പ്രപഞ്ചം സൃഷ്ടി, പരിപാലനം, നാശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഈ ചക്രം അനന്തമായി ആവർത്തിക്കുന്നു. ബ്രഹ്മ is the source of living beings. ബ്രഹ്മ is the source of all living beings. ജീവികളുടെ ഉറവിടം എന്ന നിലയിൽ ബ്രഹ്മം ഹിന്ദു വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെയും എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിയുടെ ഉത്തരവാദിയായ സൃഷ്ടാവായ ദേവനാണ് ബ്രഹ്മ. സൃഷ്ടിയുടെ ഓരോ ചക്രത്തിലും ആരംഭത്തിൽ ബ്രഹ്മാവ് പ്രപഞ്ച അഖണ്ഡത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. സൈക്കിൾ ഓഫ് ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് അനിഹിലേഷൻ. വേദാസ് ആർ മാനിഫെസ്റ്റഡ് ഫ്രം ബ്രഹ്മ. കർമ്മ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ വേദാസ് ലീഡ്സ് ടു യജ്ഞ. Yajna produce rain, food grains and sustains living creatures. After completion of material existence, creatures merge into Brahma energy. വേദങ്ങളും കർമ്മവും ആത്മീയവും ആചാരവുമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന പുരാതന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. കർമ്മം എന്നത് കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും നിയമത്തെ സൂചിപ്പിക്കുന്നു. അവിടെ പ്രവർത്തനങ്ങൾക്ക് നല്ലതോ ചീത്തയോ ആണെങ്കിലും അനുബന്ധ അനന്തരഫലങ്ങളുണ്ട്. പ്രാപഞ്ചിക ക്രമവും സമൃദ്ധിയും നിലനിർത്താൻ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ, യജ്ഞങ്ങൾ വേദങ്ങൾ നിർദ്ദേശിക്കുന്നു. യജ്ഞം, ബലികർമ്മങ്ങൾ പ്രപഞ്ചത്തെ നിലനിർത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗ്നി ചടങ്ങുകളിലൂടെ ദേവതകൾക്ക് അർപ്പിക്കുന്ന വഴിപാടുകൾ അവയിൽ ഉൾപ്പെടുന്നു. യജ്ഞം, മഴ, ഭക്ഷ്യധാന്യങ്ങൾ, ജീവജാലങ്ങൾക്ക് മൊത്തത്തിലുള്ള ക്ഷേമം എന്നിങ്ങനെയുള്ള പ്രയോജനകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കരുതപ്പെടുന്നു. ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഭൗതിക അസ്തിത്വം പൂർത്തിയാക്കി ജനനമരണ ചക്രത്തിന് വിധേയമായ ശേഷം ജീവജാലങ്ങൾ ആത്യന്തികമായി മോക്ഷം നേടിയേക്കാം. ഈ വിമോചനത്തിൽ വ്യക്തിഗത ആത്മാവിനെ, ജീവനെ ആത്യന്തിക യാഥാർത്ഥ്യവുമായി ലയിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു. പലപ്പോഴും ബ്രഹ്മം എന്ന് മനസ്സിലാക്കപ്പെടുന്നു. The Bhagavad Gita extols three major margas or path of yoga, means union, that is individual with absolute, which help the aspirant frame his personal nature with the highest goal, that is realization and union with Brahma. These three paths are Karma Yoga, the path of selfless action. ഹിന്ദു ഗ്രന്ഥമായ ഭഗവത്ഗീത യോഗയുടെ 3 പ്രാഥമിക പാതകൾ അവതരിപ്പിക്കുന്നു. അത് സാക്ഷാത്കാരത്തിലേക്കും ബ്രഹ്മവുമായുള്ള ഐക്യത്തിലേക്കും നയിക്കുന്നു. ഈ പാതകൾ: 1. കർമ്മയോഗ. ഈ പാത നിസ്വാർത്ഥ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുന്നു. ഫലങ്ങളുമായോ വ്യക്തിഗത നേട്ടങ്ങളുമായോ ആസക്തി കൂടാതെ അവയുടെ കടമകളും പ്രവർത്തനങ്ങളും നിർവഹിക്കാൻ ഇത് വ്യക്തികളെ പഠിപ്പിക്കുന്നു. ഒരു ഉന്നതമായ ലക്ഷ്യത്തിനോ മറ്റുള്ളവരുടെ സേവനത്തിനോ വേണ്ടി തൻ്റെ കർമ്മങ്ങൾ സമർപ്പിക്കുകയും
അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയ വളർച്ചയ്ക്ക് സജ്ജമാക്കുകയും ചെയ്യുന്നതിലാണ് കർമ്മയോഗയുടെ സാരം. അർപ്പണബോധവും സ്വാർത്ഥമോഹങ്ങളില്ലാതെയും തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് ആന്തരിക ശുദ്ധീകരണത്തിലേക്കും ആത്യന്തികമായി ആത്മീയ വിമോചനത്തിലേക്കും നയിക്കുമെന്ന് ഗീത പഠിപ്പിക്കുന്നു. ഭക്തിയോഗ, ദ പാത്ത് ഓഫ് ഡിവോഷൻ. ഭക്തിയോഗ എന്നത് വ്യക്തിപരമായ ദൈവത്തോടുള്ള ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പാതയാണ്. പ്രാർത്ഥന, ആരാധന, അനുഷ്ഠാനങ്ങൾ, കീഴടങ്ങൽ എന്നിവയിലൂടെ ദൈവവുമായി ആഴമേറിയതും സ്നേഹനിർഭരവുമായ ബന്ധം വളർത്തിയെടുക്കാൻ ഇത് വാദിക്കുന്നു. ജനനയോഗ, ദ പാത്ത് ഓഫ് സെൽഫ് ട്രാൻസെൻഡിങ് നോളജ്. ജ്ഞാനയോഗ. ഈ പാത അറിവിലും ജ്ഞാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജ്ഞാനയോഗത്തിൽ സ്വത്വത്തിൻ്റെ സ്വഭാവവും പരമമായ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നതിനുള്ള ബൗദ്ധിക പരിശ്രമം ഉൾപ്പെടുന്നു. അസ്തിത്വത്തിൻ്റെ ക്ഷണികമായ വശങ്ങൾക്കപ്പുറം ശാശ്വതമായ സത്യങ്ങളെ വിവേചിച്ചറിയാൻ അത് ധ്യാനം, സ്വയം അന്വേഷണം, വേദപഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. വിവേചനപരമായ അറിവും വിവേചനം, വൈരാഗ്യം വളർത്തിയെടുക്കുന്നതിലൂടെ അഹന്തയുടെ പരിമിതികളെ മറികടക്കാനും എല്ലാ അസ്തിത്വത്തിൻ്റെയും അടിസ്ഥാനമായ ഐക്യം തിരിച്ചറിയാനും കഴിയുമെന്ന് ഗീത പഠിപ്പിക്കുന്നു. ഈ പാതകളിൽ ഓരോന്നും കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗം ഒരു വ്യതിരിക്തമായ സമീപനം പ്രദാനം ചെയ്യുമ്പോൾ അവ ഒരേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. യഥാർത്ഥ സ്വയം, ആത്മസാക്ഷാത്കാരവും ആത്യന്തിക യാഥാർത്ഥവുമായ ബ്രഹ്മവുമായുള്ള അതിൻ്റെ ഐക്യം. കർമ്മയോഗ, പാത്ത് ഓഫ് ആക്ഷൻ. Karma is essentially acting or doing one's duties in life as per his or her karma or duty without concern of results. Work is to be performed for its own sake, not for its outcome. According to Krishna in Gita, Karma Yoga is a spiritual practice of selfless action performed for the benefit of others. Karma Yoga is a path to reach moksha, spiritual liberation through work. Bhakti Yoga, path of loving devotion to a personal God. Bhakti Yoga is based on the doctrine love is God and God is love, regarded as the most direct method to merge in cosmic consciousness. Through prayer, worship, chanting and ritual, one surrenders himself to God. Bhakti may be defined as disinterested service to God. So it is a form of karma. The Lord himself lifts up his devotees from the ocean of birth and death. ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ് എന്ന വിശ്വാസത്തെ ഊന്നിപ്പറയുന്ന വ്യക്തിപരമായ ദൈവത്തോടുള്ള സ്നേഹപൂർവമായ ഭക്തിയിൽ വേരൂന്നിയ ഒരു ആത്മീയ പാതയാണ് ഭക്തിയോഗ. കോസ്മിക് അവബോധവുമായി ലയിക്കുന്നതിനുള്ള നേരിട്ടുള്ള വഴിയായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രാർത്ഥന, ആരാധന, മന്ത്രോച്ചാരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ ഭക്തി പ്രവർത്തനങ്ങളിൽ മുഴുകി സ്വയം ദൈവത്തിന് സമർപ്പണം ചെയ്യുന്നു. ഭക്തിയോഗയുടെ കേന്ദ്രം ഭക്തി എന്ന ആശയമാണ്. അതിൽ ദൈവത്തോടുള്ള നിസ്വാർത്ഥ സേവനം ഉൾപ്പെടുന്നു. ഈ സേവനം കർമ്മയോഗയുടെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു. ഫലങ്ങളുമായി ബന്ധമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ആത്യന്തിക ലക്ഷ്യം ആത്മീയ വിമോചനം. അവിടെ ഭക്തർ വിശ്വസിക്കുന്നത് അവരുടെ അചഞ്ചലമായ ഭക്തിയിലൂടെ ദേവതയുടെ ദിവ്യകാരുണ്യം അവരെ ജനനമരണ ചക്രത്തിൽ നിന്ന് ഉയർത്തുകയും ജ്ഞാനത്തിലേക്കും ദൈവവുമായുള്ള ഐക്യത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ജനനയോഗ, path of knowledge or path of self-realization. Janana Yoga is referred to as Buddhi Yoga and goal is self-realization. The text considers Janana Yoga as the most difficult, slow, confusing for those who prefer it because it deals with formless reality, the Avyakta. The chapter 4 of Gita is dedicated to the general exposition of Janana Yoga.
while chapters 7 and 16 discuss its theological and axiological aspects. Krishna says that Janana is the purest and a discovery of one's Atman. ജ്ഞാനയോഗ പലപ്പോഴും അറിവിൻ്റെ പാത അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് എന്ന് വിളിക്കപ്പെടുന്നു. ഹൈന്ദവ തത്വചിന്തയിലെ ഒരു അഗാധമായ ആത്മീയ പരിശീലനമാണ്. പ്രകൃതിയും ലക്ഷ്യവും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സംസ്കരണത്തിലൂടെ ആത്മസാക്ഷാത്കാരമാണ് ജ്ഞാനയോഗ ലക്ഷ്യമിടുന്നത്. ആഴത്തിലുള്ള ആത്മപരിശോധന, യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അന്വേഷണം, ശാരീരികവും മാനസികവുമായ മേഖലകൾക്കപ്പുറത്തുള്ള യഥാർത്ഥ സ്വയം ആത്മൻ മനസ്സിലാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബുദ്ധിമുട്ടും സമീപനവും യോഗപാതകളിൽ ഏറ്റവും ദുഷ്കരമായ പാതയായി ഇത് കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് രൂപരഹിതമായ യാഥാർത്ഥ്യത്തിൻ്റെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് മൂർച്ചയുള്ള ബുദ്ധിയും ലൗകിക ശ്രദ്ധാകേന്ദ്രങ്ങളിൽ നിന്നുള്ള അകൽച്ചയും മെറ്റാഫിസിക്കൽ ആശയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും ആവശ്യമാണ്. ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനയോഗ ആത്മീയ വിമോചനത്തിൽ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്ന ജ്ഞാനയോഗയുടെ പൊതുവായ ഒരു വിശദീകരണം നൽകുന്നു. അധ്യായം 7-16 ജ്ഞാനയോഗയുടെ ദൈവശാസ്ത്രപരമായ അക്ഷീയ ശാസ്ത്രപരമായ വശങ്ങൾ ചർച്ച ചെയ്യുന്നു. അറിവിൻ്റെ ദൈവിക സ്വഭാവം, ഭൗതികവും ആത്മീയവുമായ യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ പാത പിന്തുടരുന്നതിന് ആവശ്യമായ ഗുണങ്ങൾ എന്നിവ ഈ അധ്യായങ്ങൾ പരിശോധിക്കുന്നു. കൃഷ്ണന്റെ പഠിപ്പിക്കലുകൾ. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ജ്ഞാനയോഗയെ യോഗയുടെ ഏറ്റവും ശുദ്ധമായ രൂപമായി വാഴ്ത്തുന്നു. കാരണം അത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തലിലേക്ക് നയിക്കുന്നു. ഈ സ്വയം കണ്ടെത്തൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിമിതികളെ മറികടക്കുന്നു. ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം വാഗ്ദാനം ചെയ്യുന്നു. ജ്ഞാനയോഗ path of knowledge or path of self-realization. ഭഗവത്ഗീത എപ്പിസ്റ്റമോളജി. ഭഗവത്ഗീതയിലെ അറിവ് എപ്പിസ്റ്റമോളജി നോളജ്. As per Gita, yoga is essential and predominantly the path of knowledge. The yogi's ideal is self-realization, that is a state of purified and controlled mind, purified intellect, strong determination and lost state of false ego, pride, anger and greed. This cannot be attained without knowledge. Position of self-realization is the situation of vidya, that is education. യോഗ അറിവിൻ്റെ പാതയായി. യോഗ പ്രാഥമികമായി അറിവിൻ്റെ പാതയാണെന്ന് ഗീത ഊന്നിപ്പറയുന്നു. ജ്ഞാനയോഗ അവിടെ സ്വയത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത് വിമോചനത്തിലേക്ക് നയിക്കുന്നു. യോഗയുടെ ആദർശം. ഒരു യോഗി ആത്മസാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുന്നു. അത് ശുദ്ധീകരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ മനസ്സ്, ബുദ്ധി, ദൃഢനിശ്ചയം, തെറ്റായ അഹംഭാവം, അഹങ്കാരം, കോപം, അത്യാഗ്രഹം എന്നിവ പുറന്തള്ളുന്നു. ആത്മസാക്ഷാത്കാരത്തിൽ അറിവിൻ്റെ പങ്ക്. ഗീത അനുസരിച്ച് അറിവില്ലാതെ ആത്മസാക്ഷാത്കാരം നേടാനാവില്ല. ഈ അറിവിൻ്റെ വേദങ്ങളും പ്രബുദ്ധരായ അധ്യാപകരും പഠിപ്പിക്കുന്ന ധർമ്മം, നീതി, കർമ്മം, സ്വയം, സ്വഭാവം എന്നിവയുടെ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു. വിദ്യ എന്ന നിലയിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ സ്ഥാനം. ഗീതയുടെ സന്ദർഭത്തിൽ വിദ്യ ലൗകിക വിദ്യാഭ്യാസത്തെ മാത്രമല്ല ആത്മീയ വിജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ പരകോടിയിൽ കണക്കാക്കുന്നു. അവിടെ ഒരാൾ ക്ഷണികമായ ഭൗതിക ലോകത്തിനപ്പുറം ശാശ്വത സത്യങ്ങളിലേക്ക് ഉൾക്കാഴ്ച നേടുന്നു. അതിനാൽ ഭഗവത്ഗീത അനുസരിച്ച് വിദ്യ അല്ലെങ്കിൽ യഥാർത്ഥ വിദ്യാഭ്യാസം ഒരാളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ഇത് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും യോഗയുടെ പാതയുടെ പര്യവസാനവുമാണ്. ഭഗവത്ഗീത ആക്സിയോളജി. Action is better than inaction. Life depends upon action, as none can remain just inactive for a single moment. അഗാധമായ ആത്മീയ ഗ്രന്ഥമായ ഭഗവത്ഗീത പ്രവർത്തനം, നിഷ്ക്രിയത്വം, കടമ എന്നിവയുമായി ബന്ധപ്പെട്ട
നിരവധി പ്രധാന അക്ഷീയ തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. കർമ്മം അത്യന്താപേക്ഷിതമാണ്. ഗീതയനുസരിച്ച് ജീവിതം പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആർക്കും ഒരു നിമിഷം പോലും പൂർണ്ണമായി നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ലെന്ന് അത് ഉറപ്പിച്ചു പറയുന്നു. ഈ തത്വം വ്യക്തികളെ ജീവിതത്തിൽ അവരുടെ കടമകളിലും ഉത്തരവാദിത്തങ്ങളിലും സജീവമായി ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. Inaction is death. Actions are our sphere. Fruits are not our concern. We should never be attached to the fruits of action, and at the same time, we should never be inactive. Education is the process of performing one's own duties for the attainment of peace, joy, satisfaction, and salvation, being rid of the three wraths: lust, anger, fear, with steady mind and wisdom. നിഷ്ക്രിയത്വം സമ്പന്നാവസ്ഥയിലേക്ക് നയിക്കുന്നു. പ്രവർത്തനത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നിഷ്ക്രിയത്വം മരണത്തിന് തുല്യമാണെന്ന് ഗീത നിർദ്ദേശിക്കുന്നു. ഈ ആശയം സൂചിപ്പിക്കുന്നത് ഉൽപാദനപരമായ ഇടപെടലിൻ്റെ അഭാവം അല്ലെങ്കിൽ ഒരാളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് ആത്മീയവും വ്യക്തിപരവുമായ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നതാണ്. കർമ്മഫലങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ. വ്യക്തികൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ നിർവഹിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളുമായോ അവരെ ബന്ധപ്പെടുത്തരുതെന്ന് ഗീത പഠിപ്പിക്കുന്നു. ബാഹ്യ സാഹചര്യങ്ങളിലെ വിജയപരാജയങ്ങൾ പരിഗണിക്കാതെ സമചിത്തതയും ആന്തരിക സമാധാനവും നിലനിർത്താൻ ഈ അകൽച്ച സഹായിക്കുന്നു. വിദ്യാഭ്യാസം ഗീതപ്രകാരം കേവലം അറിവ് സമ്പാദിക്കുക മാത്രമല്ല, സ്വന്തം കർത്തവ്യങ്ങൾ മനസാക്ഷിയോടെ നിർവഹിക്കുക എന്നതാണ്. സുസ്ഥിരമായ മനസ്സോടെയും വിവേകത്തോടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരാൾക്ക് സമാധാനം, സന്തോഷം, സംതൃപ്തി, ആത്യന്തികമായി കാമം, കോപം, ഭയം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങളിൽ നിന്ന് മോചനം നേടാനാകും. ചുരുക്കത്തിൽ ഭഗവത്ഗീതയുടെ അക്ഷീയ പഠിപ്പിക്കലുകൾ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് വേർപിരിയൽ നിലനിർത്തിക്കൊണ്ട് ഒരാളുടെ കടമകൾ നിറവേറ്റുന്നതിലൂടെ ജീവിതത്തിൽ സജീവമായ ഇടപഴകലിൻ്റെ പ്രാധാന്യം അടിവരയിടുന്നു. Salvation. An important goal of teaching Gita is salvation. Students need salvation from fear, punishment, and pressure from teachers and parents. People in general need salvation from violence, conflict, pride, ego, poverty, ignorance, greed, lust, and so on. According to Gita, those who are free from anger are self-realized, self-disciplined, and constantly endeavoring for perfection are assured of liberation in the Supreme. ഗീതയെപ്പോലുള്ള ഉപദേശങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന രക്ഷ വിവിധതരം കഷ്ടപ്പാടുകളിൽ നിന്നും അജ്ഞതയിൽ നിന്നുമുള്ള മോചനത്തെ ഉൾക്കൊള്ളുന്നു. ഇത് കേവലം ഒരു മതപരമായ ആശയം മാത്രമല്ല, മനുഷ്യ അസ്തിത്വത്തെ ഭാരപ്പെടുത്തുന്ന ഭയം, സംഘർഷം, മറ്റ് ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യത്തിനായുള്ള സാർവത്രിക അഭിലാഷമാണ്. ഗീത ഊന്നിപ്പറയുന്നത് ആന്തരിക പരിവർത്തനത്തിൽ നിന്ന് കോപത്തെ മറികടക്കുക, സ്വയം തിരിച്ചറിവ് നേടുക, സ്വയം അച്ചടക്കം നിലനിർത്തുക, വ്യക്തിപരമായ വളർച്ചയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ആത്യന്തികമായി ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ മോചനം നേടുകയും ലൗകിക പരിമിതികളെ മറികടന്ന് ആത്മീയ സാഫല്യം കൈവരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാത നയിക്കുന്നു. Education according to Bhagavad Gita. In order to formulate the principles of education, the divine teacher Lord Krishna has not imparted his wisdom to his student as mere dictation like others. The Gita answers the why of such education. The human children in the world is not a tabula rasa or an empty being. He inherits the certain tendencies, instincts, propensities of character, mental dispositions, etc. from his past life. ഭഗവത്ഗീത അനുസരിച്ച് വിദ്യാഭ്യാസം കേവലം അറിവ് പകർന്നു നൽകുക മാത്രമല്ല, പഠനത്തിന് പിന്നിലെ ആഴമേറിയ ലക്ഷ്യങ്ങളും തത്വങ്ങളും മനസ്സിലാക്കുന്നതിനാണ്. ഭഗവാൻ കൃഷ്ണൻ ഒരു ദൈവിക ആചാര്യൻ എന്ന നിലയിൽ കേവലം അറിവ് നിർദ്ദേശിക്കുകയല്ല, മറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ എന്തുകൊണ്ട്, അതിൻ്റെ ഉദ്ദേശവും പ്രാധാന്യവും സംബന്ധിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ ഓരോ മനുഷ്യനും ശൂന്യമായ സ്ലേറ്റ് ടാബുല രാസ അല്ലെന്ന് ഗീത സമ്മതിക്കുന്നു. പകരം വ്യക്തികൾക്ക്
അവരുടെ മുൻകാല ജീവിതത്തിൽ നിന്ന് പ്രവണതകൾ, സഹജാവബോധം, സ്വഭാവ സവിശേഷതകൾ, മാനസിക സ്വഭാവങ്ങൾ എന്നിവ പാരമ്പര്യമായി ലഭിക്കുന്നു. ഈ വീക്ഷണം സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ബൗദ്ധിക വളർച്ചയെ പരിപോഷിപ്പിക്കുക മാത്രമല്ല, വ്യക്തികളെ അവരുടെ അന്തർലീനമായ ഗുണങ്ങളും പോസിറ്റീവ് വികസനത്തിലേക്കുള്ള പ്രവണതകളും മനസ്സിലാക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും വഴികാട്ടിയാവുകയും വേണം. അതിനാൽ ഭഗവത്ഗീത അനുസരിച്ച് വിദ്യാഭ്യാസം എന്നത് വ്യക്തികളുടെ ബൗദ്ധിക പഠനത്തെയും ആത്മീയ പരിണാമത്തെയും പരിഗണിക്കുന്ന ഒരു സമഗ്രമായ പ്രക്രിയയാണ്. Parents give to child only his body, but his physical apparatus and soul's doing are his own. This explains individual differences. The Bhagavad Gita gives the principles of education, clearly indicating that education is spiritual, social necessity. It is a value and its structure cannot be built on sand. വ്യക്തിപരമായ ഉത്തരവാദിത്വവും വ്യത്യാസങ്ങളും. മാതാപിതാക്കൾ അവരുടെ കുട്ടിക്ക് ഭൗതിക ശരീരം നൽകുമ്പോൾ കുട്ടികളുടെ പ്രവർത്തനങ്ങളും അവരുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസവും അവരുടെ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ ആശയം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിനും ഓരോ വ്യക്തിയുടെയും യാത്രയുടെയും തിരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകത അടിവരയിടുന്നു. ഭഗവത്ഗീതയിൽ നിന്നുള്ള വിദ്യാഭ്യാസ തത്വങ്ങൾ. ഭഗവത്ഗീത പ്രകാരം വിദ്യാഭ്യാസം എന്നത് കേവലം അറിവോ നൈപുണ്യമോ നൽകുന്നതിന് മാത്രമല്ല, ആത്മീയവും സാമൂഹികവുമായ വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസത്തിൽ ധർമ്മം, ധാർമ്മിക പെരുമാറ്റം, ആത്മീയ അവബോധം തുടങ്ങിയ മൂല്യങ്ങളുടെ പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. ഈ തത്വങ്ങൾ അർത്ഥപൂർണവും സംതൃപ്തവുമായ ഒരു ജീവിതത്തിന് ഉറപ്പുള്ള അടിത്തറ ഉണ്ടാക്കുന്നു. അസ്ഥിരതയെ പ്രതിനിധീകരിക്കുന്ന രൂപകമായ മണൽ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ശക്തമായ ധാർമ്മികവും ആത്മീയവുമായ അടിത്തറയുടെ അഭാവം. Objectives of education according to Bhagavad Gita. Development of virtual knowledge. ആത്മീയ വിജ്ഞാനത്തിൻ്റെ വികസനം. ഭഗവത്ഗീത വിദ്യാഭ്യാസം ആത്മീയമോ വിജ്ഞാനത്തിൻ്റെയോ വികസനം ലക്ഷ്യമിടുന്നു. ഇത് ഭൗതിക ലോകത്തിനപ്പുറം ഉള്ള അറിവിനെ സൂചിപ്പിക്കുന്നു. സ്വയം അസ്തിത്വത്തിൻ്റെ സ്വഭാവം, വ്യക്തിഗത ആത്മാവ്, സാർവത്രിക ബോധം, ബ്രഹ്മൻ, ആത്മൻ തമ്മിലുള്ള ബന്ധം എന്നിവ മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡെവലപ്മെൻറ്റ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തിൻ്റെ വികസനം. വിദ്യാഭ്യാസം ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ പരിഷ്കരണത്തിനും പരിവർത്തനത്തിനും കാരണമാകും. അത് അനുകമ്പ, സമഗ്രത, വിനയം, സ്വയം അച്ചടക്കം തുടങ്ങിയ ഗുണങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിംസ്. വ്യക്തിഗതവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളിൽ ക്രമീകരണം. സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് ക്രിയാത്മകമായ സംഭാവന ചെയ്യുന്നതിനോടൊപ്പം വ്യക്തിപരമായ കടമകൾ നിറവേറ്റുന്നതിന് ഇത് ഊന്നൽ നൽകുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ കോൺഷ്യസ്നസ്. ആന്തരിക ബോധത്തിൻ്റെ വികസനം. ആന്തരിക സമാധാനത്തിലേക്കും വ്യക്തതയിലേക്കും നയിക്കുന്ന ഒരാളുടെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ചിന്തകളുടെയും ആഴത്തിലുള്ള പാളികൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി. ബുദ്ധിയും യുക്തിപരവുമായ കഴിവിൻ്റെ വികസനം. അസത്യത്തിൽ നിന്ന് സത്യത്തെ തിരിച്ചറിയാനും സങ്കീർണമായ ദാർശനിക ആശയങ്ങൾ മനസ്സിലാക്കാനും അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടാനും വിദ്യാഭ്യാസം ഈ കഴിവുകളെ മൂർച്ച കൂട്ടണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ കടമകളുടെ പ്രാധാന്യം മനസ്സിലാക്കൽ. വിദ്യാഭ്യാസം കുടുംബത്തോടും സമൂഹത്തോടും ലോകത്തോടും ഒരു കർത്തവ്യബോധം ഉളവാക്കുകയും ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കാൻ വ്യക്തികളെ നയിക്കുകയും വേണം. Curriculum on the basis of Bhagavad Gita. 2 types of knowledge: physical and spiritual. ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കി പാഠ്യപദ്ധതി 2 തരം അറിവുകൾ അല്ലെങ്കിൽ ഗ്യാൻ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. ശാരീരിക അറിവ്, ഫിസിക്കൽ നോളജ്. വിവിധ തൊഴിലുകൾക്കും ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങൾക്കും ആവശ്യമായ കഴിവുകൾ, സാങ്കേതികതകൾ, സൈദ്ധാന്തിക ധാരണകൾ എന്നിവ നേടുന്നത്
ഇതിൽ ഉൾപ്പെടുന്നു. സാമൂഹിക വികാസത്തിനും സാങ്കേതിക പുരോഗതിക്കും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ശാരീരിക അറിവ് അത്യന്താപേക്ഷിതമാണ്. സ്പിരിച്വൽ നോളജ്. ആത്മാവിൻ്റെ സ്വഭാവവും ആത്യന്തിക യാഥാർത്ഥ്യവും സാർവത്രിക ബോധവുമായോ അതിൻ്റെ ബന്ധവും മനസ്സിലാക്കുന്നതാണ് ആത്മീയ അറിവ്. കർമ്മം, ധർമ്മം, മോക്ഷം. ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യുന്ന ശാശ്വത സത്യങ്ങൾ തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള പഠനം ഇതിൽ ഉൾപ്പെടുന്നു. ആത്മീയ വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി ആന്തരിക വികസനം, ധാർമ്മിക പെരുമാറ്റം, ആത്മീയ പ്രബുദ്ധത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിപ്പിക്കലുകൾക്ക് ഊന്നൽ നൽകുന്നു. തത്വചിന്ത, ധാർമ്മികത, ധ്യാന പരിശീലനം, യോഗ, താരതമ്യ പഠനം തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. Conversational method, question answer method, demonstration method, contemporary method, learning by doing. Discipline. The moral of Bhagavad Gita entails upon the discipline of the life and performance of one's duty without attachment to the result in sattvic way. Gita rightly strikes at the root of the problem. Ideal personalities of teachers and deep scholarly efforts can save the untracked indiscipline among students. Faith on the instructions on Gita can remove the problem of indiscipline and anomie, social instability caused by erosion of standards and values that are prevailing in Indian education. സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമായി ഭഗവത്ഗീത അച്ചടക്കത്തെ ഊന്നിപ്പറയുന്നു. ഫലങ്ങളോട് അമിതമായി ആസക്തി കാണിക്കാതെ തങ്ങളുടെ കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ നിർവഹിക്കണമെന്നത് പഠിപ്പിക്കുന്നു. ഈ ആശയം സാത്വിക ജീവിത രീതിയിൽ വേരൂന്നിയതാണ്. അവിടെ പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥവും കർത്തവ്യബോധത്തോടെയും ചെയ്യുന്നു. അച്ചടക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാതലായ പ്രശ്നങ്ങളിലൊന്ന് ഗീത അഭിസംബോധന ചെയ്യുന്നു. കടമയിലും ധാർമ്മിക ഉത്തരവാദിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സമഗ്രതയോടും അർപ്പണബോധത്തോടും കൂടി പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സാമൂഹിക പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യാപകരും ആഴത്തിലുള്ള പണ്ഡിതോചിതമായ പരിശ്രമങ്ങളും പോലുള്ള ഉത്തമ മാതൃകകൾ വിദ്യാർത്ഥികളെ അച്ചടക്കത്തോടുള്ള പെരുമാറ്റത്തിലേക്ക് നയിക്കുമെന്ന് ഗീത നിർദ്ദേശിക്കുന്നു. ഗീതയുടെ പഠിപ്പിക്കലുകളിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അച്ചടക്കമില്ലായ്മയുടെയും അനാസ്ഥയുടെയും പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയും. Teacher. The teacher must teach his subject with great competence, but when the issue of judgment is involved, he should let the student free, as Arjun was finally left to decide himself whether to fight or not. ഒരു അധ്യാപകൻ അറിവും വൈദഗ്ധ്യവും പ്രഗത്ഭമായി നൽകും. എന്നിരുന്നാലും വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ വിധിന്യായത്തിൻ്റെയും തീരുമാനമെടുക്കലിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ അധ്യാപകൻ മാർഗനിർദ്ദേശം നൽകണം. എന്നാൽ ആത്യന്തികമായി വിദ്യാർത്ഥിക്ക് അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. ഭഗവത്ഗീതയിലെ അർജുനൻ്റെ അവസ്ഥയോട് ഇതിനെ ഉപമിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അവനെ ഉപദേശിക്കുന്നു, എന്നാൽ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം അർജുനന് തന്നെ വിട്ടുകൊടുക്കുന്നു. He must be most balanced. അക്കാഡമിക് പുരോഗതി മാത്രമല്ല, വിദ്യാർത്ഥിയുടെ സമഗ്രമായ വികസനം പരിഗണിക്കുകയും നീതിപൂർവവും നിഷ്പക്ഷവും ആയിരിക്കുകയും വേണം. അധ്യാപനത്തിലെ വിവിധ സാഹചര്യങ്ങളും വെല്ലുവിളികളും കൈകാര്യം ചെയ്യുന്നതിൽ വൈകാരിക സന്തുലിതാവസ്ഥയും സ്ഥിരതയും ഉണ്ടായിരിക്കണം. The true teacher not only teaches truth but also demonstrates it. സത്യം പഠിപ്പിക്കലും തെളിയിക്കലും. ഒരു യഥാർത്ഥ അധ്യാപകൻ
വസ്തുതാപരമായ അറിവ് സത്യം പഠിപ്പിക്കുന്നു മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ധാർമ്മികവുമായ സത്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് ഉദാഹരിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ട വേഷം വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി സമഗ്രതയുടെയും ധാർമ്മിക പെരുമാറ്റത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. The teacher should be vigilant enough to keep the soul and body of his student as well as his own together. വിദ്യാർത്ഥികളുടെയും അവരുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ ക്ഷേമം സംരക്ഷിക്കുന്നതിൽ അധ്യാപകൻ ജാഗ്രത പുലർത്തണം. വിദ്യാഭ്യാസ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും ഉൾക്കൊള്ളുന്നതിനായി ഈ ജാഗ്രത അക്കാഡമിക് ആശങ്കകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. Student. The student, according to the Gita, is not a disciple but a learner. The student, according to Gita, is not a disciple but a learner. താൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള സ്വന്തം അജ്ഞതയെ അംഗീകരിച്ചുകൊണ്ട് അധ്യാപകന്റെ മുമ്പാകെ കീഴടങ്ങുന്നതാണ് ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ സവിശേഷത. ഈ വിനയം യഥാർത്ഥ പഠനത്തിനും വളർച്ചയ്ക്കും വഴി തുറക്കുന്നു. The most required characteristic of an ideal student is to surrender before the teacher, accepting his ignorance of the subject he wants to know. Genuineness, humanity, obedience, faith in his teacher are other characteristics of a good learner. ആത്മാർത്ഥതയും മാനവികതയും. ഒരു നല്ല പഠിതാവ് അവരുടെ അറിവ് നേടുന്നതിന് ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയും അവരുടെ പഠനത്തെ മാനുഷിക വീക്ഷണത്തോടെ സമീപിക്കുകയും ചെയ്യുന്നു. He must shun 3 great vices: കർമ്മ, ക്രോധ, ലോഭ in his personality. അനുസരണവും അധ്യാപനത്തിലുള്ള വിശ്വാസവും. വിദ്യാർത്ഥി അനുസരണ വളർത്തുകയും അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ബന്ധം പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷം വളർത്തുന്നു. അധ്യാപകൻ അറിവ് നൽകുകയും വിദ്യാർത്ഥി അത് ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ആഗ്രഹം, ക്രോധം, അത്യാഗ്രഹം എന്നീ 3 വലിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ ഗീത വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നു. ആഗ്രഹം, ക്രോധം, അത്യാഗ്രഹം. ഈ ദുശ്ശീലങ്ങൾ ചിന്തയുടെ വ്യക്തതയെ തടസ്സപ്പെടുത്തുകയും ആത്മീയവും ബൗദ്ധികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. The Gita has infinite relevance in a student's life. It has a principles with which a student should live and act, rules which he should follow, and traits and skills he should master. ഭഗവത്ഗീത ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാലാതീതമായ തത്വങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ധാർമ്മിക പെരുമാറ്റം, പഠനത്തിലെ സ്ഥിരോത്സാഹം, സംതൃപ്തമായ ജീവിതത്തിന് ആവശ്യമായ കഴിവുകളുടെയും സ്വഭാവങ്ങളുടെയും വികസനം എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇത് നൽകുന്നു. വെല്ലുവിളികൾ നേരിടുന്നതിനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത്യന്താപേക്ഷിതമായ കടമ, നിസ്വാർത്ഥത, ആന്തരിക സമാധാനം എന്നിവയെക്കുറിച്ചുള്ള ഗീതയുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക ജ്ഞാനം നേടാനാകും. Education implications at a glance. Philosophical guidance. The Bhagavad Gita provides philosophical guidance. It can be a source of moral and ethical education. ഭഗവത്ഗീതയിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന നിരവധി വിദ്യാഭ്യാസ സൂചനകളുണ്ട്. ഒന്നാമതായി ഇത് ദാർശനിക മാർഗനിർദ്ദേശം നൽകുന്നു. ധാർമ്മികവുമായ വിദ്യാഭ്യാസത്തിനുള്ള മൂല്യവത്തായ ഉറവിടമാക്കി മാറ്റുന്നു. മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും ശക്തമായ അടിത്തറ വികസിപ്പിക്കാൻ ഗീതയിലെ പഠിപ്പിക്കലുകൾ വിദ്യാർത്ഥികളെ സഹായിക്കും. സ്ട്രെസ് മാനേജ്മെൻറ്റ്. ദ കൺസെപ്റ്റ് ഓഫ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ, നിഷ്കാമ കർമ്മ, ക്യാൻ ബി അപ്ലൈഡ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് മാനേജ് സ്ട്രെസ് ആൻഡ് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് അക്കാഡമിക് പെർഫോമൻസ്. ഗീതയിൽ ചർച്ച ചെയ്തിട്ടുള്ള നിഷ്കാമ കർമ്മ എന്ന ആശയം വിദ്യാഭ്യാസ ക്രമീകരണങ്ങളിൽ പ്രയോഗിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ കഴിയും. ഫലത്തേക്കാൾ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലൂടെ വിജയത്തിനായുള്ള നിരന്തരമായ ആവശ്യത്തിൽ നിന്ന് സ്വയം വേർപെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കാനും പഠനത്തോടുള്ള ആരോഗ്യകരമായ സമീപനം പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ.
ഗീത സമഗ്രമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വശങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. Importance of learning. The Gita underscores the significance of knowledge and continuous learning. Education institution can emphasize the pursuit of knowledge, critical thinking and a love for learning. ഭഗവത്ഗീത പഠനത്തിൻ്റെ തുടർച്ചയായ വിജ്ഞാന സമ്പാദനത്തിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അറിവ്, വിമർശനാത്മക ചിന്ത, പഠനത്തോടുള്ള ഇഷ്ടം എന്നിവയ്ക്ക് മുൻഗണന നൽകാം. ജിജ്ഞാസയുടെയും ബൗദ്ധിക വളർച്ചയുടെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തോടുള്ള ആജീവാനന്ദ അഭിനിവേശം വളർത്തിയെടുക്കാൻ കഴിയും. ഇക്വാളിറ്റി ഓഫ് ഓൾ പാത്ത്. The Gita acknowledges the diversity of path to spiritual realizations. Similarly, in education, recognizing and respecting diverse learning styles and individual talents can lead to a more inclusive and effective learning environment. ഗീത ഊന്നി പറയുന്ന മറ്റൊരു പ്രധാന വശം എല്ലാ പാതകളുടെയും സമത്വമാണ്. ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള വൈവിധ്യമാർന്ന പാതകളെ ഗീത തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വൈവിധ്യമാർന്ന പഠന രീതികളും വ്യക്തിഗത കഴിവുകളും അംഗീകരിക്കാനും ആദരിക്കാനും കഴിയും. ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും അവരുടെ മുഴുവൻ കഴിവിൽ എത്തിച്ചേരാനും കഴിയും. ലീഡർഷിപ്പ് ലെസൺ. നേതൃത്വത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഗീത വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ നേതൃഗുണങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് അധ്യാപകർക്ക് ഈ തത്വങ്ങൾ അവരുടെ അധ്യാപനത്തിൽ ഉൾപ്പെടുത്താം. ഉത്തരവാദിത്തവും ധാർമ്മികവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിന് നല്ല സംഭാവന നൽകാൻ കഴിവുള്ള ഭാവി നേതാക്കളെ വികസിപ്പിക്കാൻ അധ്യാപകരെ സഹായിക്കാനാകും. ഫോക്കസ് ഓൺ സെൽഫ് ഡിസ്കവറി. ദ ഗീത എൻകറേജസ് സെൽഫ് ഡിസ്കവറി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വൺസ് ട്രൂ നേച്ചർ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവവും ജീവിത ലക്ഷ്യവും മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഗീത ഊന്നി പറയുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ സ്വയം അവബോധം, സ്വയം കണ്ടെത്തലും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ താൽപ്പര്യങ്ങൾ, മൂല്യങ്ങൾ, ശക്തികൾ എന്നിവ പരിവേഷണം ചെയ്യാൻ സഹായിക്കുന്നതിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാവുന്നതാണ്. സർവീസ് ഓറിയൻറ്റഡ് ലേണിംഗ്. ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ്ലെസ് സർവീസ്, സേവ ഇൻ ദ ഗീത ക്യാൻ ഇൻസ്പയർ service-oriented learning initiatives encouraging students to contribute to the community and society positively. സേവനാധിഷ്ഠിത പഠനം വിദ്യാർത്ഥികളെ അവരുടെ കമ്മ്യൂണിറ്റികളിലേക്കും സമൂഹത്തിലേക്കും സംഭാവന ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹാനുഭൂതി, സാമൂഹിക ഉത്തരവാദിത്തം, സജീവ പൗരത്വം എന്നിവ വളർത്തിയെടുക്കാൻ കഴിയും. Emphasis on discipline. Discipline is a recurring theme in the Gita. Education institutions can draw on these teachings to instill a sense of discipline and commitment to one's studies and personal growth. ഒരാളുടെ പഠനം, വ്യക്തിഗത വളർച്ച, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയിൽ അച്ചടക്കവും പ്രതിബദ്ധതയും വളർത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ പഠിപ്പിക്കലുകൾ പ്രയോജനപ്പെടുത്താം. സമയ മാനേജ്മെൻറ്റ്, സ്ഥിരോത്സാഹം, ആത്മനിയന്ത്രണം തുടങ്ങിയ സുപ്രധാന ജീവിത കഴിവുകൾ വികസിപ്പിക്കാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കും.